സുരേഷ് ഗോപി ജയിക്കും. അന്തർധാര വ്യക്തമാണല്ലോ. മാത്രമല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പിണറായിക്ക് നരേന്ദ്രമോദിനെ അദ്ദേഹം മറന്നുപോയി നോക്കുക. ഇപ്പോൾ വിമർശനം മുഴുവൻ രാഹുൽ ഗാന്ധിക്കാണ്. കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യ സഖ്യത്തിൻ്റെ റാലിയിലും പങ്കെടുത്തില്ല. അപ്പോൾ ചിത്രം വ്യക്തമായി. എന്താണ് ഇന്ത്യ സഖ്യത്തിൻ്റെ റാലിയിൽ പങ്കെടുക്കുന്നതിന് എന്താ കുഴപ്പം? അപ്പോൾ അതിൽ നിന്ന് ഈ അന്തർധാര വ്യക്തമാണ്. അതായത് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ജീവനും രക്തവും കൊടുത്ത് പടുത്തുയർത്തിയ പാർട്ടീനെ പിണറായി RSSൻ്റെ അലയിൽ കൊണ്ട് കെട്ടി. അത്രയാണ് സംഭവിച്ചത്. അതുപോലെ ഇന്നിപ്പോൾ ഈ സുരേഷ് ഗോപി നമ്മുടെ കർണാടകൻ്റെ ബന്ധുവീടുകളിലെല്ലാം എല്ലാ സ്ഥലത്തും കക്ഷി കയറി നിരങ്ങുന്നുണ്ട്. കാരണം അവിടെ ആരും അദ്ദേഹത്തിന് ഗെറ്റ് ഔട്ട് അടിക്കുന്ന പാരമ്പര്യമൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇല്ല. അതുകൊണ്ടാണ് വേറെ ചില സ്ഥലത്ത് ചെന്നപ്പോൾ ഗെറ്റ് ഔട്ട് അടിച്ചാലും പത്മഭൂഷൺ കൊടുക്കാമെന്ന് പറഞ്ഞാലും ഗെറ്റ് ഔട്ട് അടിച്ചു. അദ്ദേഹം എവിടെ കിട്ടിയാണ് സ്ഥാനാർത്ഥിക്ക് എവിടെ വേണമെങ്കിലും പോകാം. അതൊന്നും ചർച്ചയാക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് 3ാം സ്ഥാനമാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും പോകാം. ആരോട് ഒരു സ്ഥാനാർത്ഥിക്ക് അവകാശമില്ല എവിടെ പോകാനും വോട്ട് ചോദിക്കാൻ. അതുകൊണ്ട് മറ്റേ രാമകൃഷ്ണൻ ഞങ്ങളുടെ രക്ഷാധികാരിയാണ്. അദ്ദേഹത്തിനെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ വോട്ട് കിട്ടും. അദ്ദേഹമാണ് ഞങ്ങളുടെ ഇലക്ഷൻ്റെ എല്ലാ ഉപദേശവും നൽകുന്നത്. അതുകൊണ്ട് അദ്ദേഹം എവിടെ പോകണമെന്നുള്ള ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. സ്ഥാനാർത്ഥിക്ക് എവിടെയും പോകാം. പക്ഷേ ചെല്ലുന്ന പല സ്ഥലത്തും അദ്ദേഹത്തിന് കിട്ടുന്നത് 0 വോട്ടായിരിക്കും. ഇത് ബോധപൂർവ്വം ഇങ്ങനെ ഒരു ചർച്ച സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. അതായിക്കോട്ടെ. കാരണം തോൽക്കുന്ന ഉറപ്പായി, 3ാം സ്ഥാനം ഉറപ്പായി. അപ്പോൾ വാർത്തകൾ സൃഷ്ടിക്കുക. ഇപ്പോൾ ഏത് വീട്ടിൽ കയറി ചെന്നാലും ഇപ്പോൾ അന്തസ്സുള്ളാരും ആരും ഗെറ്റൗട്ട് പറയില്ല. അതുകൊണ്ട് അദ്ദേഹം എവിടെയും കയറി ചെല്ലും. പക്ഷേ ചില സ്ഥലത്ത് ചെന്നപ്പോൾ വളരെ മോശം പ്രതികരണം ഉണ്ടായി.